തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യ വിൽപ്പന ഇപ്പോഴും കാര്യമായി നടക്കുന്നു, വ്യാപകമായി നടക്കുന്നു എന്നാണ് അവിടം സന്ദർശിച്ച് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി ഈ ടൂ വീലറുകളിൽ, ഇരുചക്ര വാഹനങ്ങളിൽ വ്യാപകമായി കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുകയാണ്. കള്ളക്കുറിച്ചിയിലെ കരുണാപുരത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിൽപ്പന നടക്കുന്നത്. അവിടെ പ്ലാസ്റ്റിക് കവറിലാണ് ഇത് കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്നതെന്ന് ഇന്ന് രാവിലെ തന്നെ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ കടന്ന് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ ഇവർ അനുവദിക്കില്ല. കാരണം ഇവരൊക്കെ അവിടുത്തെ വലിയ മാഫിയ സംഘത്തിൻ്റെ പ്രതിനിധികളാണ്. ഇവർക്ക് വലിയ പിൻബലമുണ്ട്. അത് പോലീസും ഒക്കെ തന്നെ ഇവരെ കൂടെ ചേരും. എന്നാൽ 24 പ്രതിനിധിയെ ശ്രീകാന്ത് ധൈര്യസമേതം ഇവിടേക്ക് കടന്നു ചെന്ന് ഇതൊക്കെ റെക്കോർഡ് ചെയ്തതാണ്. കള്ളക്കുറിച്ചി മദ്യദുരന്തം അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ കരുണാപുരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഷെഡിലാണ് ഈ മദ്യം, വ്യാജ മദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ കന്നക്കുട്ടി, അതോടൊപ്പം ഗോവിന്ദരാജ് ഉൾപ്പെടെയുള്ളവർ, അവർ സഹോദരങ്ങളാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഷെഡിൽ ഇത്തരത്തിൽ ഈ വ്യാജ മദ്യം, വിഷം ചേർത്ത മദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കച്ചവടമല്ല. കാരണം ഇവരുടെ തലമുറകളായി ഈ കന്നക്കുട്ടിയുടെയും ഗോവിന്ദരാജിന്റെയും ഒക്കെ അച്ഛൻ അപ്പൂപ്പന്മാരായി ചെയ്തിരുന്ന ജോലിയാണ് ഈ വാറ്റ്. ഈ വീടിന്റെ സമീപം വെച്ച് ഈ കാണുന്ന സ്ഥലത്ത് വെച്ച് വ്യാജ വാറ്റ് നടത്തുക, അത് പ്ലാസ്റ്റിക് കവറുകളിലാക്കുക, പിന്നീട് ഇവിടെ വന്ന് ആളുകൾ അത് വാങ്ങിക്കൊണ്ടു പോവുക. ഈ കവറുകളിലാണ് വ്യാജ ചാരായം നിറച്ച് ഇവിടുത്തെ ആളുകൾക്ക് 50 രൂപ 60 രൂപ നിരക്കിൽ വിറ്റുകൊണ്ടിരുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇയാൾ വാറ്റ് നടത്തിയിരുന്ന സ്ഥലവും ഇയാൾ ഇവിടെ വിൽപ്പന നടത്തിയിരുന്ന സ്ഥലവുമാണ്. ഈ കന്നക്കുട്ടിയും ഗോവിന്ദരാജും ഒക്കെ. ഏറ്റവും ആക്ഷേപകരമായ കാര്യം, ഇവിടുത്തെ കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 300 മീറ്റർ മാത്രം ദൂരമാണ് ഈ വ്യാജ വാറ്റ് നടന്ന സ്ഥലത്തിനുള്ളത്. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതും പോലീസ് ഇവിടെ വരാറുണ്ട്, പരിശോധന നടത്താറുണ്ട്, മുൻപും ഇവിടെ അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ അറസ്റ്റ് നടന്നു എന്നതൊഴിച്ചാൽ തുടർ നടപടികളൊന്നും ഉണ്ടാകാറില്ല. അവർ തിരികെ ഇറങ്ങി വരാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ஜெனரேஷனா அவங்க வித்துட்டு தான் இருக்காங்க. ஃபர்ஸ்ட் அவங்க அப்பா வித்தாங்க, இப்ப அவங்க விக்கிறாங்க. இது இன்னைக்கு நேத்து நடக்கல, இது வருஷ கணக்குல அவங்க வாங்கி வித்துக்கிட்டு தான் இருக்கிறாங்க. இவங்க வாங்கி குடிச்சிட்டு தான் இருக்கிறாங்க. இத போலீஸ்காரங்களும் பாக்குறாங்க, வந்து பாக்குறாங்க, அவங்க காசு வாங்குறாங்க, வாங்கிட்டு வந்த வழியா பார்த்துட்டு போயிடுறாங்க. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കള്ളക്കുറിച്ചി. ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ടുണ്ട് തടി കേടാക്കാത്ത റിപ്പോർട്ട് ചെയ്യണം എന്ന്. അത് പുള്ളി പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രഘുനന്ദൻ പറയുന്നു, സർക്കാർ ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി ന്യായവിലയ്ക്ക് വിതരണം ചെയ്യണമെന്നാണ് രഘുനന്ദൻ തിരുമുല്ലവാരം പറയുന്നത്. ഹോർട്ടികോർപ്പ് അത് ചെയ്യുന്നുണ്ട്, പക്ഷേ വ്യാപകമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.